എല്ലാവർക്കും നമസ്കാരം. ഇന്ന് നമ്മൾ മൈക്രോസോഫ്റ്റ് എക്സലിൻ്റെ പാർട്ട് 42 ആണ് പഠിക്കാൻ പോകുന്നത്. നമ്മൾ ഡേറ്റ് ഫംഗ്ഷന് നമ്മൾ നേരത്തെ പഠിച്ചിട്ടുണ്ട്. നൗ ഓഫ് ഡേറ്റ് ഓഫ് ഫംഗ്ഷൻ നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്ന ഒരു ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒരു ഫംഗ്ഷനാണ് DATEDIF of function. Calculate the number of days, month or years between two dates. രണ്ട് ഡേറ്റ്സുകൾ തമ്മിൽ അതിൻ്റെ അതിൻ്റെ ഇടയ്ക്കുള്ള എത്ര ഇയേഴ്സ് ഉണ്ട്, മന്ത് ഉണ്ട്, ഡേയ്സ് ഉണ്ടെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് DATEDIF of function യൂസ് ചെയ്യുന്നത്. ഈ DATEDIF ഫംഗ്ഷൻ നമുക്ക് എക്സലിൽ ഒരു ഫംഗ്ഷനായിട്ട് നമുക്കില്ല. നമ്മൾ ഫോർമുല എടുക്കുമ്പോൾ അവിടെ ഡേറ്റ് ആൻഡ് ടൈം ഇതിൽ നമുക്ക് DATEDIF എന്നുള്ള ഒരു ഫംഗ്ഷൻ നമുക്കില്ല. ഇത് നമുക്ക് ഇതിൻ്റെ എക്സലിൻ്റെ പഴയ വേർഷനായ ലോട്ടസ് 123 ആയിരുന്നു. അത് സപ്പോർട്ട് ചെയ്യണം ആ DATEDIF ഫംഗ്ഷൻ. അപ്പോൾ ഇതിന് നമുക്ക് വർക്ക് ചെയ്യാൻ വേണ്ടിയിട്ട് നമ്മൾ ഇതിൻ്റെ സിൻടാക്സ് അറിഞ്ഞിരിക്കണം. നമ്മൾ ഈക്വൽ ടു കൊടുത്തു കഴിഞ്ഞാൽ, അതായത് നമ്മളിപ്പോൾ ഈക്വൽ ടു DATEDIF നമ്മൾ കൊടുത്തു കഴിഞ്ഞാൽ നമുക്കില്ല. ആ ഫംഗ്ഷൻ ഉണ്ടെങ്കിൽ നമുക്ക് താഴെ ഫംഗ്ഷനായിട്ട് വരും. പക്ഷേ ഇത് നമുക്ക് സപ്പോർട്ട് ചെയ്യും. അതിന് മുമ്പായിട്ട് നമുക്ക് അതിൻ്റെ സിൻടാക്സ് നമ്മൾ അറിഞ്ഞിരിക്കണം. അത് നമുക്ക് ചെയ്യേണ്ട വിധം വെച്ചിട്ടുണ്ടെങ്കിൽ സ്റ്റാർട്ട് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് കോമ യൂണിറ്റ്. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് എന്ന് പറയുമ്പോൾ നമുക്കൊരു സ്റ്റാർട്ടിംഗ് ഡേറ്റ് ഉണ്ട്, എൻഡ് ഡേറ്റ് ഉണ്ട്. ഇത് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോൾ ക്യാപിറ്റൽ Y ആണ്. ദ നമ്പർ ഓഫ് കംപ്ലീറ്റ് ഇയേഴ്സ് ഇൻ ദ പീരീഡ്. ഒരു പീരീഡിലുള്ള കംപ്ലീറ്റ് ഇയേഴ്സ് വരിക. M ആണെങ്കിൽ കംപ്ലീറ്റ് മന്ത്, D ആണെങ്കിൽ നമ്പർ ഓഫ് ഡേയ്സ്. ഇനി MD ആണെങ്കിൽ ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡേയ്സ് ഇൻ സ്റ്റാർട്ട് ആൻഡ് എൻഡ്, ദ മന്ത് ആൻഡ് ഇയർ ഓഫ് ദ ഡേറ്റ്സ് ആർ ഇഗ്നോർഡ്. ഇവിടെ നമുക്ക് ഡേയ്സ് വരും, പക്ഷെ മന്തും ഇയറും ഇഗ്നോർ ആയിരിക്കും. ഈ YM എന്ന് പറഞ്ഞാൽ മന്ത് ഡിസ്പ്ലേ ചെയ്ത് വരും, പക്ഷേ അതുമേയുള്ള ഇയറും ഡേയ്സ് ഒക്കെ ഇഗ്നോർ ആയിരിക്കും. YD എന്ന് പറഞ്ഞാൽ ഇയർ ഇഗ്നോർ ആയിരിക്കും, ഡേയ്സ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരികയുള്ളൂ. എന്ന് പറഞ്ഞാൽ ഇപ്പം നമുക്കൊരു 1 ഇയറും ഒരു 2 മന്തും ഉള്ള ഒരു ഡിഫറൻസാണ് നമ്മൾ കണ്ടുപിടിക്കണമെങ്കിൽ ഈ YD ഒക്കെ കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആ ഇയർ അങ്ങ് പോകും. ഒരു 1 ഇയർ അങ്ങ് പോയിട്ട് ബാലൻസ് എത്ര മന്ത് ഉണ്ടെന്ന് കണ്ടുപിടിക്കും. അപ്പോൾ അതിൽ ഇമ്പോർട്ടൻസ് ആയിട്ട് വരുന്ന Yയും Mഉം Dയും ആണ്. അതാണ് യൂണിറ്റ് എന്ന് പറയുന്നത്. അപ്പം നമുക്കൊന്ന് കാൽക്കുലേറ്റ് ചെയ്ത് നോക്കാം. ഇപ്പോൾ ഇവിടെ നമുക്ക് സ്റ്റാർട്ട് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്, എൻഡ് ഡേറ്റ് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമ്മൾ കൊടുക്കുക ഇയേഴ്സ് നമുക്ക് ഫൈൻഡ് ചെയ്യണം. അപ്പം നമ്മൾ ഈക്വൽ ടു DATEDIF, നമ്മൾ ബ്രാക്കറ്റ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ഫംഗ്ഷൻ ഇത് വരുന്നുണ്ട്. അപ്പോൾ DATEDIF ഓഫ് അത് വന്നു കഴിഞ്ഞാൽ നമുക്കതിന് സപ്പോർട്ട് ആകുന്നുണ്ടെന്നാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. സ്റ്റാർട്ട് ഡേറ്റ്, അപ്പോൾ അതിൻ്റെ സിൻടാക്സ് ആണ് സ്റ്റാർട്ട് ഡേറ്റ്, എൻഡ് ഡേറ്റ്, യൂണിറ്റ്. അപ്പോൾ സ്റ്റാർട്ട് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് കോമ നമുക്ക് യൂണിറ്റ് കൊടുക്കാം. നമുക്ക് ഇയേഴ്സ് എന്ന് ഹെഡിങ് കൊടുത്തിരിക്കുന്നത്. അപ്പോൾ ഇയർ ആണ് നമ്മൾ കൊടുക്കേണ്ടത്. കോഡ്സിൽ കൊടുക്കണം ഇയർ. Y എന്ന് കൊടുത്താൽ മതി, ഇയേഴ്സ് എൻ്റർ ചെയ്യാം. അപ്പോൾ നമ്മൾ ഇയർ കാൽക്കുലേറ്റ് ചെയ്ത് ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നമ്മളിത് ഡ്രാഗ് ചെയ്യുമ്പോൾ എത്ര ഇയർ ആണ് ഓരോന്നിൻ്റെയും ഇയർ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വന്നു. ഇവിടെ നമുക്ക് 10 മുതൽ 21 ആണ്. അപ്പോൾ നമുക്ക് 11 ഇയർ ആണ് നമുക്ക് ഉള്ളത്. ഇനി നെക്സ്റ്റ് നമ്മൾ കണ്ടുപിടിക്കാൻ പോകുന്ന മന്താണ്. മന്ത് കൊടുക്കുമ്പോൾ ഇതുപോലെ തന്നെ ഈക്വൽ ടു DATEDIF ബ്രാക്കറ്റിൽ സ്റ്റാർട്ട് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് കോമ നമ്മൾ കോഡ്സിലാണ് മന്ത് കൊടുക്കുക. അപ്പോൾ എത്ര മന്തോ ഉണ്ട് എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ടോട്ടൽ അത് 1 ഇയർ ഒരു മന്ത് കൂടുതലുണ്ട്, അങ്ങനെ 30 മന്ത്. കാരണം ഇവിടെ 3 കൊടുത്തിരിക്കുന്നത്, ഇവിടെ 2 സ്റ്റാർട്ട് ചെയ്യുന്നത്. ഫെബ്രുവരി 2020 മുതൽ 21 വരെ. ഇനി ഇവിടെ 133 മന്ത് ഉണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഡേയ്സ് കണ്ടുപിടിക്കണമെങ്കിൽ ഇതുപോലെ തന്നെ DATEDIF ബ്രാക്കറ്റിൽ സ്റ്റാർട്ടിംഗ് ഡേറ്റ് കോമ എൻഡ് ഡേറ്റ് കോമ നമ്മുടെ യൂണിറ്റ് ഡേയ്സ് ആണ് കണ്ടുപിടിക്കുന്നത്, അതുകൊണ്ട് D. അപ്പോൾ 394 ഡേയ്സ് ആണുള്ളത്. ഇവിടെ 4049 ഡേയ്സ് ആണ് നമുക്കുള്ളത്. നമ്മളിവിടെ യൂസ് ചെയ്യുന്ന YD ആണെങ്കിൽ, അതായത് നമുക്ക് YD ആണ് നമ്മൾ കണ്ടുപിടിക്കുന്നത്. ഡിഫറൻസ് ബിറ്റ്വീൻ ദ ഡേയ്സ് ഓഫ് ദ സ്റ്റാർട്ടിംഗ് ആൻഡ് എൻഡ് ഇയർ ഓഫ് ദി ഡേറ്റ് ആർ ഇഗ്നോർഡ്. അതായത് ആ 1 ഇയർ ഇവിടെ ഇഗ്നോർ ചെയ്യും. അതായത് ഇപ്പം നമ്മളിവിടെ ചോദിക്കുന്നെങ്കിൽ YD ആണെങ്കിൽ ഇയർ അങ്ങോട്ട്
ഇഗ്നോർ ചെയ്യും. അപ്പോൾ ആ ഡേയ്സ് മാത്രമേ നമുക്ക് ഡിസ്പ്ലേ ചെയ്യുള്ളൂ. അതായത് നമുക്ക് 1 ഇയർ നമ്മൾ ഇഗ്നോർ ചെയ്യും. ബാലൻസ് 29 ഡേയ്സ് ആണ് നമുക്കിവിടെ ഡിസ്പ്ലേ. കാരണം ഇടയ്ക്ക് ഫെബ്രുവരി ഉണ്ടല്ലോ, അപ്പോൾ 29 ഡേയ്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്തോളൂ. അപ്പോൾ വൈ ഇഗ്നോർ ചെയ്യും. എം എന്ന് പറഞ്ഞാൽ വൈ ഇഗ്നോർ ചെയ്യും. വൈയും ഡേയ്സും ഇഗ്നോർ ചെയ്യും. മന്ത് മാത്രം ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇതാണ് വൈ ഡി എന്ന് പറയുന്നത്. ഇവിടെയാണെങ്കിൽ നമുക്ക് മന്ത് ഇഗ്നോർ ചെയ്യും, ഡേയ്സ് മാത്രമേ ഡിസ്പ്ലേ ചെയ്ത് വരുള്ളൂ. അപ്പോൾ ഇതാണ് നമുക്ക് ഡേറ്റ് ഡിഫ് എന്ന് പറയുന്നത്. ഇപ്പോൾ നമ്മൾ കാൽക്കുലേറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുക, അല്ലെങ്കിൽ നമുക്ക് ഏജ് കണ്ടുപിടിക്കാം. ഇപ്പോൾ ഇതിൽ നമ്മൾ പഠിക്കുന്ന കാൽക്കുലേറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ്, നമുക്കിപ്പോൾ നമ്മളൊരു കമ്പനിയിൽ ജോലിക്ക് കയറി, നമുക്ക് അതിൻ്റെ വർക്കിംഗ് എക്സ്പീരിയൻസ് നമ്മൾ കുറേ വർഷങ്ങളും ഒക്കെ നമ്മൾ ജോലി ചെയ്തു. അപ്പോൾ എത്ര മന്ത്, എത്ര ഇയർ, എത്ര മന്ത്, എത്ര ഡേയ്സ് എന്ന് നമുക്ക് അത് ഒരുമിച്ച്, ഇത് തന്നെ സെയിം തന്നെയാണ്, പക്ഷെ നമുക്ക് ഒരുമിച്ച് കാൽക്കുലേറ്റ് ചെയ്യണമെങ്കിൽ ഇവിടെ നമ്മൾ കൊടുത്താൽ മതി, അതിൻ്റെ എക്സ്പീരിയൻസ് നമ്മൾ കൊടുത്താൽ മതി. അതായത് ഈക്വൽ ടു ഡേറ്റ് ഡിഫ് ബ്രാക്കറ്റ് ചെയ്യുക. ഇതുപോലെ തന്നെ സ്റ്റാർട്ടിംഗ് ഡേറ്റ്, ഡേറ്റ് ഓഫ് ജോയിനിങ്, ഡേറ്റ് ഓഫ് റിലീവിങ്. അപ്പോൾ ഡേറ്റ് ഓഫ് ജോയിനിങ് കോമ ഡേറ്റ് ഓഫ് റിലീവിങ് കോമ നമുക്ക് ഇയർ ആണെങ്കിൽ ഇയർ ബ്രാക്കറ്റ് ക്ലോസ് ചെയ്തതിന് ശേഷം നമ്മൾ ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്തതിന് ശേഷം നമുക്ക് വേണമെങ്കിൽ ഹെഡ് ഇതിൻ്റെ ഒപ്പം തന്നെ ഇയേഴ്സ് കൂടി വരണമെന്നുണ്ടെങ്കിൽ ഇയേഴ്സ് എന്ന് കൊടുക്കാം. ക്ലോസ് ചെയ്യാം. നമ്മൾ എൻ്റർ ചെയ്യുമ്പോൾ ഇതുപോലെ 11 ഇയേഴ്സ് അങ്ങനെ നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇപ്പോൾ 11 ഇയേഴ്സ്. ഇനി നമുക്ക് വേണ്ടത് ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. ആൻഡ് ഓപ്പറേറ്റർ ഡേറ്റ് ഒരുമിച്ച് കൊടുക്കുക. ഇപ്പോൾ നമ്മൾ ഇത്രയും നേരം കൊടുത്ത് ഒരുമിച്ച് കൊടുക്കുകയാണ്. ഡേറ്റ് ഡിഫ് ആൻഡ് ഓപ്പറേറ്റർ വെച്ച് സെപ്പറേറ്റ് ചെയ്താൽ മതി. ഡേറ്റ് ഡിഫ് ഡേറ്റ് ഓഫ് ജോയിനിങ് കോമ ഡേറ്റ് ഓഫ് റിലീവിങ് കോമ മന്ത് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആൻഡ് ഓപ്പറേറ്റർ യൂസ് ചെയ്യാം. നമുക്ക് ഹെഡിങ് വേണമെങ്കിൽ മന്ത്സ് കോഡ്സ് ക്ലോസ് ചെയ്യാം. ആൻഡ് വീണ്ടും നമുക്ക് ഡേയ്സിന് വേണമെങ്കിൽ ഇതുപോലെ തന്നെ ആംപർസാൻഡ് യൂസ് ചെയ്യണം. ഡേറ്റ് ഡിഫ് ബ്രാക്കറ്റിൽ ഡേറ്റ് ഓഫ് ജോയിനിങ് കോമ ഡേറ്റ് ഓഫ് റിലീവിങ് കോമ ഡേയ്സ് ബ്രാക്കറ്റ് ക്ലോസ് ചെയ്യാം. ആൻഡ് ഡേയ്സ് കോഡ്സ് ക്ലോസ് ചെയ്യാം. അപ്പോൾ നമ്മൾ എവിടെയെങ്കിലും നോക്കുക, കോഡ്സ് എവിടെയെങ്കിലും ക്ലോസ് ചെയ്യാണ്ടെങ്കിൽ നമ്മൾ ക്ലോസ് ചെയ്യണം. ആംപർസാൻഡ് സൈൻ യൂസ് ചെയ്യാണ്ടെങ്കിൽ ആംപർസാൻഡ് സൈൻ, അതായത് സെപ്പറേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അതായത് ഇത് നമ്മൾ ഓരോ കോളത്ത് ചെയ്തു, ഇത് നമുക്ക് ഒരുമിച്ച് ചെയ്യുന്നു. എൻ്റർ ചെയ്യാം. എൻ്റർ ചെയ്യുമ്പോൾ 11 ഇയേഴ്സ് 136 മന്ത്സ് ഡിസ്പ്ലേ ചെയ്ത് വരും. നമുക്കിവിടെ സ്പേസ് കൊടുത്താൽ മതി, നമുക്ക് സ്പേസ് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ 11 ഇയേഴ്സ് 136 മന്ത് 4167 ഡേയ്സ് എന്നുള്ളത് നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. അപ്പോൾ ഇവിടെ നമ്മൾ വേറെ ഏതെങ്കിലും നമ്മൾ ഡേറ്റ് കൊടുക്കുവാണ്. ഇപ്പോൾ 3-6-2012 23-5-2018 ഇങ്ങനെയെല്ലാം നമുക്ക് ചെയ്യുവാണെങ്കിൽ ഇത് നമുക്ക് ഡ്രാഗ് ചെയ്താൽ മതി, നമുക്ക് ഡിസ്പ്ലേ ചെയ്ത് വരും. ഇതാണ് നമുക്ക് കാൽക്കുലേറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. എക്സ്പീരിയൻസ് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. അപ്പോൾ ഇതാണ് നമുക്ക് ഡേറ്റ് ഡിഫ്. നമുക്ക് പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ നമുക്കില്ല, നമ്മൾ ടൈപ്പ് ചെയ്യുമ്പോൾ തന്നെ വരത്തില്ല. ലോട്ടസ് അതായത് ഈ എക്സലിന് മുമ്പുള്ള ആ സോഫ്റ്റ്വെയർ നമുക്ക് ഇതിന് സപ്പോർട്ട് ചെയ്യുന്നു മാത്രം. അപ്പോൾ ഇതാണ് ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ. ഇത് നമുക്ക് ഏജ് കാൽക്കുലേറ്റ് ചെയ്യാനും അതുപോലെ കാൽക്കുലേറ്റ് വർക്കിംഗ് എക്സ്പീരിയൻസിനെല്ലാം നമ്മൾ യൂസ് ചെയ്യുന്നതാണ് ഡേറ്റ് ഡിഫ് ഫംഗ്ഷൻ. അപ്പോൾ നിങ്ങൾക്ക് ഈ ക്ലാസ് ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ നിർദ്ദേശങ്ങൾ കമൻറ്റ് ബോക്സ് ടൈപ്പ് ചെയ്യണമെന്ന് അപേക്ഷിക്കുന്നു. അതോടൊപ്പം നിങ്ങൾ ഈ ചാനൽ മറ്റുള്ളവരെ കൂടി ഒന്ന് പരിചയപ്പെടുത്തുക. നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് എക്സൽ വേർഡും പവർ പോയിന്റും പഠിക്കണമെങ്കിൽ നമുക്ക് പ്ലേലിസ്റ്റിലുണ്ട്. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.